2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരൻ വേമ്പനാട്ട് കായൽ നീന്തിക്കടന്നു. വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് നീന്തി റെക്കോർഡിൽ ഇടം പിടിച്ചത് ആലുവ സ്വദേശി രതീഷാണ്. 2 മണിക്കൂർ കൊണ്ടാണ് രതീഷ് കായൽ നീന്തി റെക്കോർഡ് സ്ഥാപിച്ചത്. ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ട് കായലിന്റെ ഇത്രയും ദൂരം നീന്തിക്കടക്കുന്നതും ഇതാദ്യമാണ്. രാവിലെ 7:31 അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ശക്തമായ ഒഴുക്കും പോളപ്പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ റെക്കോർഡ് വേഗത്തിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തിക്കയറിയ രതീഷിനെ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ആഗ്രഹമാണ് വേമ്പനാട്ടുകായൽ നീന്തിക്കടക്കുക എന്നുള്ളത്. അരയ്ക്ക് താഴെ തളർന്ന രതീഷിന് ഈ വലിയ കായൽ നീന്തിക്കടക്കാമെങ്കിൽ അപകടമരണം ഒഴിവാക്കാൻ എല്ലാവരെയും സൌജന്യമായി നീന്തൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന അഭിപ്രായമാണ് പരിശീലകൻ സജി വാളശ്ശേരിക്കുള്ളത്. വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷ്. രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമ്പനാട്ടുകായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത്. വേമ്പനാട്ടുകായൽ പോലുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്, ഇന്ന് സാധിച്ചത്. 10,000-ലധികം പേർക്കാണ് സജി വാളശ്ശേരി സൌജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 10 ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ ആലുവ പെരിയാർ നീന്തിച്ചിട്ടുണ്ട് ഈ പരിശീലകൻ. വെള്ളത്തിൽ വീണ് അപകടങ്ങളേറുന്ന ഈ കാലഘട്ടത്തിൽ ഏത് ശാരീരിക പരിമിതിയുള്ളവർക്കും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ പരിശീലകൻ.